ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ട്വിസ്റ്റുകൾ കൊണ്ട് കഥയുടെ അവസാനം നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു കിടിലൻ കഥയാണ് മച്ചമാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മർഡർ ഉണ്ട്, കേസ് അന്വേഷണം ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വേറൊരു രീതിയിലാണ് കഥ ചെന്ന് നിൽക്കുക. അതായത് ഇതിന്റെ അവസാന സമയത്ത് ഒന്നാമത്തെ ട്വിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് ഞാൻ വിചാരിച്ച ട്വിസ്റ്റാ. ഇങ്ങനെ രണ്ടാമത്തെ ട്വിസ്റ്റ് വരും, ഇതും ഞാൻ വിചാരിച്ച ട്വിസ്റ്റാ. അങ്ങനെ ഓരോന്നായിട്ട് ഒരു 5-6 ട്വിസ്റ്റുകൾ കഥയുടെ അവസാനമുണ്ട്. എന്തായാലും ഓരോന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ കിളി പാറും ഒരു കിടിലൻ കഥ. കഥയെക്കുറിച്ച് ചുരുക്കിയൊന്ന് പറയുകയാണെങ്കിൽ, ഗോഡ് ഹാൻഡ് കില്ലർ ഒരു സീരിയൽ കില്ലറാണ്. ഇങ്ങനെ ഒരാൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചധികം കൊലപാതകങ്ങൾ ചെയ്യാണ്. എന്നാൽ യാതൊരു സൂചനയില്ല, യാതൊരു തെളിവുമില്ല, ആളെ കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ഇയാളുടെ ഓഫീസിലേക്ക് അപരിചിതനായിട്ടുള്ള ഒരാൾ കയറി വരികയാണ്. അയാൾക്ക് എല്ലാ രഹസ്യങ്ങളും അറിയുമെന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് കേസ് അന്വേഷിക്കുന്ന FBI ഓഫീസറായിട്ടുള്ള വെസ്ലിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളായിരുന്നു അന്ന് രാത്രിയിൽ വന്ന ആ യുവാവിന് പറയാനുണ്ടായിരുന്നത്. എന്താണ് ആ കാര്യങ്ങൾ? കഥയിലേക്ക് പോയി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരുപാടധികം ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ കാണിക്കുകയാണ്. അതിലെല്ലാത്തിലും പറയുന്നത് ഒരു കില്ലറെ കുറിച്ചാണ്. വ്യത്യസ്തനായ ഒരു കില്ലർ. അയാളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഗോഡ് ഹാൻഡ് കില്ലർ എന്നാണ്. അതായത് അയാൾ അവകാശപ്പെടുന്നത് അയാൾ ഈ കൊലപാതകം മുഴുവൻ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി എന്നാണ്. ഈ ഇടയായിട്ട് ഏകദേശം 6ഓളം ആൾക്കാരെ ആ ഒരു കില്ലർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ ബോഡി പോലും നിലവിൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ആരാണ് ഈ കൊലയാളി എന്ന് മനസ്സിലാക്കാനും പറ്റിയില്ല. സോ ഇതിനുശേഷം ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുന്ന FBI ഏജന്റ് ആയിട്ടുള്ള വെസ്ലിയെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന് രാത്രി തന്നെ ഒരു കോള് വന്നു. അതായത് ഓഫീസിലേക്ക് സാറ് അത്യാവശ്യമായിട്ടൊന്ന് വരണം. അതനുസരിച്ച് ആ രാത്രി തന്നെ വെസ്ലി നേരെ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് വന്ന സമയത്ത് പുറത്തായിട്ട് ഒരു ആംബുലൻസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസിൽ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പയ്യനാണ്. അവൻ്റെ അടുത്തേക്ക് പോയിട്ട് വെസ്ലി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, സാറേ മറ്റേ ഒരു ഗോഡ് ഹാൻഡ് കില്ലർ ഉണ്ടല്ലോ, അയാളെ കുറിച്ചും അയാളുടെ കൊലപാതകങ്ങളെ കുറിച്ചും എന്തൊക്കെയോ അറിയാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ട്. സാറ് പോയിട്ടൊന്ന് സംസാരിച്ച് നോക്കുന്നു പറയാണ്. ഇതിനുശേഷം ഉള്ളിലിരിക്കുന്ന ആ ആളെ കാണിക്കുകയാണ്. ഇയാൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇയാളുടെ പേര് അവിടെ പറഞ്ഞിട്ടാണ് വന്നത്, അലൻ എന്നാണ്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിലേക്ക് അലൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. FBI ഏജന്റ് ആയിട്ടുള്ള വെസ്ലിയുടെ ടേബിളായിരുന്നു അത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഫോട്ടോ ആയിരുന്നു അത്. അപ്പൊ അത് കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്ത് വെസ്ലി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ വസ്തു എടുക്കാൻ പാടുണ്ടോ? സോറി സാറേ, ഞാൻ കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ചുമ്മാ ഒന്ന് നോക്കിയതാണ്. ഇത് സാറിന്റെ അമ്മയാണല്ലേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇപ്പൊ എന്തിനാ വന്നേ എന്ന് വെസ്ലി ചോദിക്കുകയാണ്. ഇപ്പോ ഈ ഒരു അലൻ പറയുന്നുണ്ട്, സാറേ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഈ ഗോഡ് ഹാൻഡ് കില്ലർ ഉണ്ടല്ലോ, അത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ വെസ്ലി പറയുന്നത്, ഓഹോ നിനക്കറിയോ, നട്ടപ്പാതിരാക്ക് ആളെ വിളിച്ച് നീ എന്താ പൊട്ടനാക്കാൻ നോക്കുകയാണോ? എന്നാൽ അലൻ പറയുന്നത്, അല്ല സാറേ, ഞാൻ ആരെയും പൊട്ടനാക്കാനോ അല്ലെങ്കിൽ കളിപ്പിക്കാനോ അല്ല ഈ രാത്രിയിൽ വിളിപ്പിച്ചത്. എനിക്ക് ഈ കേസിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ കില്ലർ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരാണ് ആ ഒരു കില്ലർ എന്ന് വെസ്ലി ചോദിച്ചപ്പോ അലൻ പറയാണ്, അത് മറ്റാരുമല്ല, എന്റെ സ്വന്തം ബ്രദർ ആയിട്ടുള്ള ആഡം ആണ്. പിന്നീട് 2 ദിവസം മുന്നേ നടന്ന ഒരു കാര്യം അലൻ പറയുന്നുണ്ട്. അതായത് ആഡം അലനെ വിളിച്ചായിരുന്നു 2 ദിവസം മുന്നേ. ആ സമയത്ത് ആഡം പറയുന്നുണ്ടായിരുന്നു, ഈ ലോകത്തിൽ ഡീമൻസ് ചെകുത്താന്മാർ ഒരുപാട് കൂടി വരികയാണ്, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ലൈഫ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡി റോസ് ഗാർഡനിൽ അടക്കണമെന്ന് അന്ന് രാത്രി അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു. അതായത് അലന്റെ ബ്രദർ ആയിട്ടുള്ള ആഡം. പിന്നീട് അലൻ അറിയുന്നത് ഈ ആദം മരിച്ചുപോയ വിവരമാണ്. സോ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, ആദമിന്റെ മുറിയും അവന്റെ ഒരു ചുറ്റുപാടൊക്കെ. സോ അതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആളുകളെ കൊല്ലാനാക്കി ഉണ്ടാക്കിയ പ്ലാനുകളാണ് ആ കാണുന്നതൊക്കെ. എന്തായാലും അലൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ FBI ഏജന്റ് ആയിട്ടുള്ള വെസ്ലിക്ക് അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇവൻ പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് അവിടുത്തെ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുകയാണ്. ഇതുപോലെ അലൻ എന്ന് പേരുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവന്റെ ബ്രദർ മരിച്ചു എന്നൊക്കെയാ പറയുന്നത്. ഈ സമയത്ത് അവിടെ കോൾ അറ്റൻഡ് ചെയ്ത ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവര് പറയുന്നത്, സാറേ അവൻ അങ്ങോട്ടേക്ക് എത്തിയോ? അവന്റെ ബ്രദറിന്റെ ബോഡിയുമായിട്ട് ഇവിടുന്ന് പോയതാണ്, ഒരു ആംബുലൻസുമായിട്ടാണ് പോയത്. എന്നാൽ FBI ഏജന്റ് ആയിട്ടുള്ള വെസ്ലി പറയുന്നത്, ആംബുലൻസ് ഇവിടെയുണ്ട്, പക്ഷെ അതിൽ അവന്റെ ബ്രദറിന്റെ ബോഡി ഇല്ല. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആ സ്റ്റേഷനിലെ ലേഡിക്ക് അറിയില്ലായിരുന്നു. അത് നേരിട്ട് ചോദിക്കാനായിട്ട് അലന്റെ അടുത്തേക്ക് വീണ്ടും വെസ്ലി വരികയാണ്. അല്ലടാ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നീ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിന്റെ ബ്രദർ ആദത്തിന്റെ ബോഡി ആംബുലൻസിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ആ ഒരു ബോഡി എവിടെ പോയി? മാത്രമല്ല നീ നിന്റെ ബ്രദർ ആദമിന് ഒരു വാക്ക് കൊടുത്തായിരുന്നല്ലോ, അവന്റെ ബോഡി റോസ് ഗാർഡനിൽ അടക്കം ചെയ്യാന്ന്. അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? അതിനെക്കുറിച്ച് പറയാണ്. എന്നാൽ അതിന് മറുപടി കൊടുക്കാതെ അലൻ പറയുന്നത്, സാറേ സാറിന്റെ അമ്മയുടെ ഈ കണ്ണുകളുണ്ടല്ലോ, ശരിക്കും സാറിന്റെ കണ്ണുപോലെ തന്നെയുണ്ട്, ഒരേപോലെ തന്നെ. എന്നാൽ ചോദ്യത്തിന് മറുപടി പറയാതെ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എന്തോ വെസ്ലിക്ക് നന്നായിട്ട് ദേഷ്യം പറയണം. അതുകൊണ്ട് മര്യാദക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് പറ, ആരാണ് നീ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? ഈ നേരം തൊട്ടാണ് കഥ ശരിക്കും ആരംഭിക്കുന്നത്. അതായത് അലൻ അവൻ ആരാണെന്നും അവന്റെ ബ്രദർ ആരാണെന്നും അവരുടെ ചെറുപ്പകാലം മുതൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങുകയാണ് അലൻ. അതുപോലെ തന്നെ ആദം, രണ്ടുപേരും സഹോദരങ്ങളാണ്. അലനാണ് മൂത്തത്, ആദം ചെറിയ ആളാണ്. ഇവർക്ക് അമ്മയില്ല. ആദം ജനിച്ച സമയത്ത് തന്നെ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
എന്നാൽ ഈ രണ്ട് സഹോദരങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, ചെറുപ്പം മുതലേ ഭയങ്കര സ്നേഹത്തിലാണ്. ഇവരുടെ വീടുണ്ടല്ലോ, അത് വലിയൊരു റോസ് ഗാർഡൻ അതിന്റെ പുറകിലായിട്ടായിരുന്നു. ആ ഗാർഡൻ താണ്ടിക്കൊണ്ടാണ് അവരെപ്പോഴും അവരുടെ വീട്ടിലേക്ക് പോവാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ അച്ഛൻ, അമ്മ മരിച്ചതിന് ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് തന്നെ അവരുടെ അച്ഛനായിരുന്നു നോക്കിയിരുന്നത്. അച്ഛന്റെ പേര് മൈക്കി എന്നാണ്. അമ്മയില്ലാത്തതിന്റെ യാതൊരു കുറവും ആ ഒരു മനുഷ്യൻ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ആളൊരു മെക്കാനിക്ക് കൂടിയാണ്. അങ്ങനെ സന്തോഷമായിട്ട് തന്നെ ഇവരുടെ ലൈഫ് മുന്നോട്ടേക്ക് പോവായിരുന്നു. എന്നാൽ ആ ഒരു രാത്രി എല്ലാ കാര്യങ്ങളും മാറി മറിയാണ്. ഞാനും എന്റെ ബ്രദറും രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ആ രാത്രിയിൽ അച്ഛൻ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നു. എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അതായത് ഞങ്ങളുടെ അച്ഛൻ മൈക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു ഏഞ്ചല് വന്നു. ഏഞ്ചല് വന്നിട്ട് പറയാണ്, ഒരു വലിയ ജോലി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാണ്. ഈ ലോകത്തിൽ ഡീമൻസ്, ചെകുത്താന്മാർ ഒരുപാട് കൂടി വരികയാണ്. അവറ്റകളെ ഇല്ലാതാക്കാനുള്ള ചുമതല മൈക്കിന് ആ ഏഞ്ചല് കൊടുത്തു എന്നാണ് അവന്റെ അച്ഛൻ പറഞ്ഞത്. അതിനായിട്ട് തന്നെ ഒരു 3ഓളം വെപ്പൺ അവർക്ക് നൽകും. പിന്നീട് ആ ഒരു ചെകുത്താന്മാരെ മനസ്സിലാക്കാനുള്ള ശക്തിയും ഈ ഒരു മൈക്കിന് കൊടുക്കുക എന്നാണ് ആ ഒരു ഏഞ്ചല് പറഞ്ഞത്. ഈ കാര്യം മൈക്ക് മകളോട് പറയുന്ന സമയത്ത് ആദ്യം ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ടാണ് ആ ഒരു കാര്യം കേട്ടിരിക്കുന്നത്. എന്നാൽ അലൻ അവൻ അച്ഛന്റെ സംസാരത്തിലൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഈ രാത്രി വന്നിട്ട് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ ഇളയ ചെക്കനായിട്ടുള്ള ആദം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഏഞ്ചല് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പർ പവർ കിട്ടുമല്ലേ, ആദ്യം ചെറിയ കുട്ടിയല്ലേ, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രായമായിട്ടില്ല. എന്നാൽ അലൻ അച്ഛൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അലനെ നോക്കിയിട്ട് മൈക്ക് പറയണേ, മോൻ പേടിക്കണ്ട, കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാം പതിയെ പതിയെ മോനിക്ക് മനസ്സിലായിക്കോളെന്ന് പറയാണ്. എന്തായാലും ആ ഒരു രാത്രിയിൽ ഭയങ്കര ഭയത്തോട് കൂടിയിട്ടാണ് അലൻ കിടന്നുറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, നോർമൽ ആയിട്ടുള്ള ഒരു ദിവസം കേട്ടോ. അച്ഛൻ വന്നു രണ്ടുപേരെ എഴുന്നേൽപ്പിക്കുകയാണ് സ്കൂളിലേക്ക് കൊണ്ടുവിടാനായിട്ട്. എല്ലാം റെഡിയാക്കി. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആദം അച്ഛന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് അവൻ ഭയങ്കര ജോളിയാണ്. എന്നാൽ അലനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ഇന്നലെ രാത്രി കണ്ടത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ? മിക്കവാറും സ്വപ്നമായിരിക്കും. വെറുതെ കുറെ പേടിച്ചു പോയി. അങ്ങനെ സ്കൂളിന്റെ അവിടെ എത്തിയിട്ട് നമ്മുടെ അലനും ആദത്തിനെ പോലെ തന്നെ ഒന്ന് ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും അവരുടെ അച്ഛൻ മൈക്ക് വിളിക്കുകയാണ്, മക്കളെ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. ശരി അച്ഛ. കേട്ടപാടിനെ ആദം അങ്ങനെ ഒരു മറുപടിയും കൊടുത്ത് നേരെ സ്കൂളിലേക്ക് പോവാണ്. എന്നാൽ ഈ കാര്യം കേട്ടപാട് അലൻ അവിടെ സ്റ്റെക്കായി നിന്നു പോവാണ്. അതായത് ഇന്നലെ രാത്രി ഉണ്ടായത് അത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് അലന് മനസ്സിലായി കേട്ടോ. ഭയങ്കരമായിട്ട് അന്നത്തെ ആ ഒരു ദിവസം ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. അച്ഛൻ എന്താ ഇങ്ങനെ പറഞ്ഞത്? ശരിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അച്ഛന്റെ ഒരു തോന്നലായിരിക്കും, ചുമ്മാ പറഞ്ഞതായിരിക്കും. എന്തായാലും ഇത് യാഥാർത്ഥ്യമായിട്ട് നടക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ആ ഒരു ആശ്വാസത്തിലാണ് അലനിപ്പോൾ ഉള്ളത്. എന്നാൽ ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ വീണ്ടും ഈ മൈക്കിനെ കാണിക്കുകയാണ്. ഇയാൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ആ മാലാക പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെപ്പൺ ഇവരെ തേടി വരും എന്ന് പറഞ്ഞതുപോലെ ഇയാൾക്കൊരു വീട് കണ്ടു. എന്തൊരു തോന്നല് ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കണമെന്ന്. ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പകരം ഒരു മരത്തിൽ കുത്തിവെച്ച് ഒരു കോടാലി ഇയാൾ കാണുകയാണ്. അതിന്റെ അടുത്ത് തന്നെ 2 ഗ്ലൗസ് ഉണ്ടായിരുന്നു. ഇതെടുത്ത് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ 2 മക്കളും വന്നു. ആദത്തിന് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ അതെല്ലാം എടുത്ത് നോക്കുകയാണ്. അതുപോലെ തന്നെ മൈക്ക് പറയുന്നുണ്ട്, ഈ കോടാലി അതെന്തിനാണ് മനസ്സിലായി, പക്ഷേ ഈ ഗ്ലൗസ് അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛന്റെയും അവന്റെ അനിയന്റെയും ഈ കാട്ടിക്കൂട്ടലെല്ലാം കാണുന്ന സമയത്ത് അലൻ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇതെന്താ ഈ അച്ഛന് പറ്റിയത്? മാനസികമായിട്ട് വല്ല പ്രശ്നവും വന്നതാണോ? അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ അലൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു സന്തോഷമായിരുന്നു അവരുടെ ലൈഫ്, എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ മൈക്ക് 2 മക്കളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, മക്കളെ വീണ്ടും ഏഞ്ചൽ എന്റെ അടുത്തേക്ക് വന്നു. മറ്റൊരു ആയുധം കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊല്ലേണ്ട ആൾക്കാരുടെ ലിസ്റ്റും. ഇത് പറഞ്ഞ് ഒരു ഇരുമ്പിന്റെ റോഡ് ആ ടേബിളിൽ വെക്കാണ്. ഇത് കണ്ട് ഞെട്ടിയിരിക്കുന്ന അലനെ നോക്കിയിട്ട് മൈക്ക് പറയാണ്, മോനെ നിനക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഏഞ്ചലും എന്നോട് ആ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഇപ്പോഴൊന്നും ആ കാര്യത്തിൽ വിശ്വാസം വരില്ല എന്ന്. പിന്നീട് മൈക്ക് ശരിക്കും സംഭവിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇയാളൊരു മെക്കാനിക് ആണല്ലോ. മെക്കാനിക്കൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറിന്റെ അടിഭാഗം ഉണ്ടല്ലോ പെട്ടെന്ന് മറ്റൊരു രീതിയിൽ മാറി. അയാളുടെ അടുത്തേക്ക് ഒരു ഏഞ്ചൽ വന്നു. 7 ആൾക്കാരുടെ പേര് പറഞ്ഞ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഏഞ്ചൽ എന്നോട് പറഞ്ഞു. പിന്നീട് ആ പേരുകൾ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയാണ്. ഇത് കണ്ട സമയത്ത് നമ്മുടെ അലൻ പറയാണ്, അച്ഛൻ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊക്കെ സാധാരണ മനുഷ്യരല്ലേ, ഇത് ചെകുത്താന്മാരൊന്നുമല്ല. നിങ്ങൾ എന്ത് ഈ ചെയ്യാൻ പോകുന്നത്? ഒരു കൊല ചെയ്യാനാണോ ഈ പോകുന്നത്? എന്നാൽ മൈക്ക് പറയുന്നത്, മോനെ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഒരു കൊലയല്ല, കൊലപാതകമല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു പുണ്യകർമ്മമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏഞ്ചല് പറയുന്നത് പോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയുടെ കൂടെ സ്വർഗത്തിൽ സുഖമായിട്ട് കഴിഞ്ഞൂടെ? നമുക്കത് ചെയ്യേണ്ട മോനെ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ അലൻ എന്തായിരിക്കും അവന്റെ അവസ്ഥ? സ്വന്തം അച്ഛൻ ഒരാളെ കൊല്ലാൻ വേണ്ടിയായി പറയുന്നേ, ഒരാളെയല്ല 7 പേരെ. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആദം അവന്റെ റൂമിലേക്ക് പോയിട്ട് ഒരു പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ട് വരികയാണ്. അതായത് ആദം പറയുന്നത്, അച്ഛന് കിട്ടിയതുപോലെ തന്നെ എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഡീമൻസ് ആണ്, നമുക്ക് ഇവരെയും കൊല്ലണം എന്ന് പറയാണ്. സത്യം പറഞ്ഞാൽ ആദത്തിന്റെ സ്കൂളിൽ അവനെ ചുമ്മാ ഈ എന്താ പറയാ കളിയാക്കുന്ന, ഉപദ്രവിക്കുന്ന അങ്ങനത്തെ കുറച്ച് പയ്യന്മാരുണ്ടാവുമല്ലോ, അവരുടെ പേരെഴുതിയ ഒരു ലിസ്റ്റാണത്. എന്നാൽ ആ ലിസ്റ്റ് നോക്കിയിട്ട് മൈക്ക് ആദത്തിനോട് പറയണം, മോനെ ദൈവമായിട്ട് പറയുന്ന കാര്യങ്ങളല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇത് നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരല്ലേ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൊല്ലുകയാണെങ്കിൽ അത് മഹാപാപാണ്, അത് വലിയ
കൊലപാതകമാണ്. നമ്മൾ ഒരിക്കലും ആ പാപം ചെയ്യാൻ പാടില്ല. ദൈവമായിട്ട് നമുക്ക് ചില ആൾക്കാരുടെ പേര് പറഞ്ഞു തരും. ആ ആളുകൾ മാത്രമേ നമ്മൾ കൊല്ലാൻ പാടുള്ളൂ. അതായത് ശരിക്കും ഒരു നട്ടപ്പിരാന്തൻ തന്നെയാണ് ഈ മൈക്കി. ചെറിയ കുട്ടി എന്തൊക്കെയോ ഒരു അബദ്ധം കാണിക്കുന്നു, എന്നാൽ അതിന്റെ പുറത്ത് മഹാ അബദ്ധമായിട്ട് ഇയാൾ വേറെ എന്തൊക്കെയോ പറയുന്നു. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നമ്മുടെ അലൻ, അവന്റെ മൈൻഡ് ആകെ കൊളാപ്സ് ആയി നിൽക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, പോലീസിനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷന്റെ മുന്നിൽ വരെ അവൻ എത്തി. പക്ഷെ അച്ഛനെ വെറുതെ കൊടുക്കണോ? നല്ലൊരു ഫാമിലിയാണ് എന്റേത്, അത് വെറുതെ നശിപ്പിക്കണോ എന്നുള്ള ആ ഒരു മനസ്സിൽ പോയോടത്തുനിന്ന് അവൻ തിരിച്ചു വരികയാണ്. അലന്റെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ അവന്റെ അനിയനുണ്ടല്ലോ ആദം, ആദത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ നാട് വിട്ടു പോകാനുള്ള ഒരു മനസ്സ് അലനുണ്ട്. പക്ഷെ ആദത്തിനെ ഉപേക്ഷിച്ചു പോകാൻ അവനെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് അലൻ ഇപ്പൊ ആദത്തിനെ വിളിച്ചിട്ട് പറയണം, ഡാ ആദം, നമുക്ക് ഇവിടുന്ന് പോവാടാ, അച്ഛൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛൻ എന്തൊക്കെയോ വിളിച്ചു പറയാണ്. എന്നാൽ ആദം പറയുന്നത്, നീ എന്തേ പറയുന്നത്? അച്ഛൻ പറയുന്നതൊക്കെ സത്യമാണ്. അച്ഛനെ പോലെ തന്നെ ഡീമൺസിനെ കാണാനുള്ള ആ ഒരു പവർ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ആദം കൊച്ചു കുട്ടിയല്ലേ, സ്വന്തം അച്ഛനെ, ഭ്രാന്തനായ അച്ഛനെ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് തന്നെ വിശ്വസിക്കുകയാണ്. എന്നാൽ ആദത്തിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇപ്പൊ അലന് മനസ്സിലായി. എന്തായാലും പിന്നെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ആ രാത്രിയിൽ തന്നെ 2 പിള്ളേരെയും മൈക്ക് വിളിച്ചു കൊണ്ടുപോവാണ്. കാരണം ആദ്യത്തെ ഇര, അതായത് ഈ മൈക്കിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏഞ്ചൽ പറഞ്ഞ ആദ്യത്തെ ഡീമൺ ഒരു ലേഡിയാണ്. ആ ലേഡിയെ അവരുടെ വീട്ടിൽ പോയിട്ട് തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഇപ്പൊ മൈക്ക്. അങ്ങനെ ആ സ്ത്രീ അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് ദൈവം കൊടുത്തതാണെന്ന് പറയുന്ന ആ ഒരു ഗ്ലൗസ് ഇയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കെട്ടിയിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് വെച്ച് 2 മക്കളെയും വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഏഞ്ചൽ പറഞ്ഞ ആദ്യത്തെ ആള്. ഇതിനുശേഷം ആ ഒരു ഗ്ലൗസ് ഊരിയിട്ട് മൈക്ക് ആ സ്ത്രീയുടെ ദേഹത്ത് തൊടുകയാണ്. അങ്ങനെ തൊടുന്ന സമയത്ത് എന്തോ ഒരു വിറയല് ഇയാളുടെ ശരീരത്തിൽ വരികയാണ്. അതായത് മറ്റെന്തോ ഒരു കാര്യം ഇയാൾ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. എന്തൊരു ഭ്രാന്തനാണിത്. അതായത് ഇയാൾ സ്വയം വിചാരിക്കുകയാണ്, ഞാനൊരു ദൈവദൂതനാണ്, ദൈവം പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണ്. ഇതിനുശേഷം വളരെ ദേഷ്യത്തിൽ ആ ഒരു കോടാലി എടുത്ത് ഈ സ്ത്രീയെ വെട്ടി കൊന്നുകളയാണ്. എന്നിട്ട് ആ ശരീരത്തിന്റെ കഷ്ണങ്ങൾ ഇവരുടെ വീടിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു റോസ് ഗാർഡൻ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് അവിടെ വെച്ച് മൂടുകയാണ്. എന്നാൽ പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ട് ആ ഇറച്ചി കഷ്ണങ്ങളൊക്കെ കുഴിയിലേക്ക് ഇടാൻ നിൽക്കുന്ന സമയത്ത് ആദത്തിനോട് നമ്മുടെ മൈക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ, ഇതൊരു ഡീമന്റെ ശരീരമാണെങ്കിലും ആ ശരീരത്തിന് നമ്മൾ ബഹുമാനം കൊടുക്കണം, അതിന്റേതായ റെസ്പെക്റ്റിൽ ഇതിനടക്കം ചെയ്യണം. എന്തായാലേ ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര മൂത്തൊരു വേർഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊല്ലും ചെയ്യുക, അതിന്റെ കൂടെ തന്നെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ, രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടെന്നൊക്കെ ചിലർ പറയില്ലേ, അത് തന്നെ. പക്ഷെ അച്ഛൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ അലൻ. അപ്പൊ അലന്റെ അടുത്തേക്ക് വന്നിട്ട് മൈക്ക് പറയാണ്, മോൻ പേടിക്കണ്ട, മോൻ വിചാരിക്കുന്നത് പോലെ ഇതൊരു കൊലപാതകമല്ല, ഏഞ്ചലിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു ദൗത്യമാണ്. ഞാൻ ആ സ്ത്രീയെ തൊട്ട സമയത്ത് എനിക്ക് മനസ്സിലായി ആ സ്ത്രീ അതൊരു ചെകുത്താനാണെന്ന്, ഒരു ഡീമനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവരെ അത്രയും ക്രൂരമായിട്ട് വെട്ടിക്കൊന്നു കളഞ്ഞത്. കുറച്ചു കഴിയുമ്പോൾ എന്നെ പോലെ തന്നെ മോനിക്കും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. ഈ കാര്യങ്ങളെല്ലാം അലൻ FBI ഓഫീസർ ആയിട്ടുള്ള വെസ്ലിയോട് പറയണം കേട്ടോ. അതായത് അവന്റെ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു കാര്യം കണ്ടു വളർന്നവനാണ് അവൻ. വർഷങ്ങൾക്ക് മുന്നേ അലന്റെ അച്ഛൻ ചെയ്ത ആ ഒരു കാര്യം ഇപ്പൊ അച്ഛന് വേണ്ടി ദൈവത്തിനാണെന്ന പേരിൽ ഇപ്പൊ ആ ഒരു കൊലപാതകം ചെയ്യുന്ന ആ ഒരു ഗോഡ് ഹാൻഡ് കില്ലർ അത് മറ്റാരുമല്ല, ആദം തന്നെയാണ്. ഈ ഇടയായിട്ട് നടന്ന കുറച്ചധികം കൊലപാതകങ്ങൾ അത് ചെയ്തത് അവനാണ്. എന്നാൽ ഇത് അവൻ തന്നെയാണ് ചെയ്തത് എന്നതിനുള്ള ഒരു പ്രൂഫ് വേണ്ടേ? ആ കാര്യം വെസ്ലി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് മറ്റൊരു കാര്യം അലൻ പറയുന്നത്, ഈ ഇടയായിട്ട് കുറച്ചധികം കൊലപാതകം നടന്നില്ലേ, ഏതെങ്കിലും ഒരു ബോഡി കിട്ടിയായിരുന്നു? ഒരെണ്ണം കിട്ടിയായിരുന്നില്ലേ, വളരെ ക്രൂരമായിട്ട് വെട്ടി നുറുക്കിയ രീതിയിൽ. അതിൽ തന്നെ ഒരു ഞോട്ടും ഉണ്ടായിരുന്നില്ലേ, ഇത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്, ഇനി ഒരു ബോഡി പോലും നിങ്ങൾക്ക് കിട്ടോ ഇല്ല എന്നുള്ള ഒരു ഞോട്ട് നിങ്ങൾക്ക് കിട്ടിയായിരുന്നല്ലോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കഥയിൽ വെച്ചിട്ട് സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ബോഡി മുഴുവൻ എവിടെയായിരിക്കും? പെട്ടെന്ന് തന്നെ വെസ്ലിക്ക് കാര്യം മനസ്സിലായി. അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ആ ഒരു റോസ് ഗാർഡൻ, യെസ്, അവിടെ തന്നെയാണ് അലന്റെ അനിയനായിട്ടുള്ള ആദം ഒരുപാട് പേരെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അലനെയും കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ തന്നെ വിലങ്ങെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇനിയെങ്ങാനും ഇവൻ വല്ല അബദ്ധവും കാണിച്ചാലോ. സോ അലനോട് അവന്റെ കയ്യിൽ ആ ഒരു വിലങ്ങ് ഇടാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ ഒരു മഴയത്ത് പോകുന്ന സമയത്ത് ഈ ഇൻസ്പെക്ടർ ആയിട്ടുള്ള വെസ്ലി അലനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നിന്റെ ബ്രദർ ആയിട്ടുള്ള ആദം നിന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, മരിച്ചു കഴിഞ്ഞാൽ റോസ് ഗാർഡനിൽ തന്നെ അവന്റെ ആ ഒരു ബോഡി മറവ് ചെയ്യണമെന്ന്. അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ആ കഥ എന്നോട് പറയാന്ന് പറഞ്ഞ സമയത്ത് അലൻ അതിനുള്ള മറുപടി കൊടുക്കാതെ, സാറേ, സാറിന്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോ എപ്പോഴും എന്തിനാ കൂടെ കൊണ്ടു നടക്കുന്നത്? സാറിന് അത്രക്ക് ഇഷ്ടമായിരുന്നു അമ്മയെ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും അലൻ ചോദിച്ച സമയത്ത് വെസ്ലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പറയണം, ടാ, നിന്റെ തന്തയെ പോലെ തന്നെയുള്ള ഒരു സൈക്കോ എന്റെ അമ്മയെ കൊന്നു കളഞ്ഞതാ. അതിനു മുന്നേ അവസാനമായിട്ട് അവരുടെ കൂടെ എടുത്ത ഫോട്ടോ ആണത്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് വെസ്ലി ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ അലൻ പറയാണ്, സോ ആ സൈക്കോ കില്ലറെ കണ്ടുപിടിക്കാനാണോ നിങ്ങൾ ഒരു പോലീസുകാരനായി മാറിയത്? എന്നാൽ ഈ കാര്യം ഇപ്പൊ സംസാരിക്കേണ്ട, നീ ആദ്യം നിന്റെ കഥ പറയുന്നു പറയണം. വീണ്ടും അലൻ അവന്റെ ആ ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ ആ ഒരു കൊലപാതകം, ആ ഒരു സ്ത്രീയെ കൊന്നതിന് ശേഷം അവന്റെ അച്ഛനായിട്ടുള്ള മൈക്ക് പിന്നീട് അധികം നാള് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ അലനും ഒരു ആശ്വാസമായി. അച്ഛന് അന്നത്തെ ആ ഒരു പ്രാന്തിൽ എന്തോ ചെയ്തതാണ്, ഇനി ചെയ്യില്ലായിരിക്കും എന്നുള്ള ഒരു ആശ്വാസമായി. അതുപോലെ തന്നെ ആ ഒരു റോസ് ഗാർഡൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവസരം. എന്നാൽ ആ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയതിനു ശേഷം ആ ഗാർഡനിലൂടെ ഞാൻ പോയിട്ടില്ല സാറേ, ഞാൻ അതിന്റെ ചുറ്റും വളഞ്ഞു തിരിഞ്ഞാണ് പോവാറ്. അങ്ങനെ കുഴപ്പമില്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് ചെന്നു.
ചെന്നപ്പോൾ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അച്ഛൻ വീണ്ടും പറഞ്ഞു. അതായത് ആ ഒരു ഏഞ്ചൽ കൊടുത്ത രണ്ടാമത്തെ ആള്, ആ ആളെ നമ്മൾ ഇന്ന് പിടിക്കാൻ വേണ്ടി പോവാണ്, കൊല്ലാൻ തന്നെ. എന്നാൽ അയാളെ പിടിക്കാനായിട്ട് എന്റെ സഹായം വേണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ഞാനും അച്ഛനും അതുപോലെ തന്നെ ആഡമും 3 പേരും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് വന്ന വളരെ വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളെയാണ് അച്ഛൻ ഇത്തവണ കൊല്ലാൻ പോകുന്നത്. അപ്പൊ അയാളെ പിടിക്കാനായിട്ട് എന്റെ സഹായം ചോദിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അവിടെ കുറെ ക്യാമറ ഉണ്ട് അച്ഛാ, നമ്മളൊക്കെ ആ ഒരു ക്യാമറയിൽ പെട്ടുപോയില്ലെന്ന് പറഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലുമില്ല, നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ദൈവത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ആ ക്യാമറയുടെ കണ്ണുകളിലൊന്നും നമ്മൾ പെടാൻ പോകുന്നില്ല. പിന്നീട് ഒട്ടും താല്പര്യമില്ലെങ്കിലും അച്ഛന്റെ നിർബന്ധപ്രകാരം അവൻ ആ ഒരു പ്രായമായ ആളുടെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അയാളുടെ കാറിന്റെ അടിയിൽ പൂച്ച പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന കാര്യമാണ്, അതായത് അവന്റെ പൂച്ച പോയി എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് അയാൾ താഴേക്ക് നോക്കാൻ നിൽക്കുമ്പോൾ പിന്നാലെ വന്ന അവന്റെ അച്ഛനായിട്ടുള്ള മൈക്ക് ഉണ്ടല്ലോ, ദൈവം രണ്ടാമത് കൊടുത്ത ആയുധമായിട്ടുള്ള ആ ഇരുമ്പ് റോഡ്, അത് വെച്ച് ഈ വയസ്സായിട്ടുള്ള ആളുടെ തലക്കിട്ട് ഒരൊറ്റ അടിയാണ്. പാവം ആ ഒരു അപ്പൂപ്പൻ. അയാളെയും തോക്കിയെടുത്തുകൊണ്ട് ഇപ്പൊ മൈക്കും പിള്ളേരും കൂടെ നേരെ വീട്ടിലേക്ക് വരികയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ അലന് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര ദിവസം എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചു നിൽക്കുന്നത്. എന്തായാലും പിള്ളേര് നോക്കി നിൽക്കെ മൈക്ക് കയ്യിൽ നിന്നും ഗ്ലൗസ് ഊരി മാറ്റുകയാണ്. എന്നിട്ട് ആ ഒരു വൃദ്ധന്റെ ദേഹത്ത് കൈവെക്കുന്നുണ്ട്. ആ സമയത്ത് ഈ മൈക്ക് കിടന്നിങ്ങനെ വിറക്കുകയാണ്. പിന്നീട് അതിനുശേഷം ഭയങ്കര ദേഷ്യത്തില് വിറയില് കോടാലി എടുത്ത് ആ പാവം വൃദ്ധനെ വെട്ടിമുറിച്ച് കൊന്നുകളയാണ്. പിന്നീട് അന്നത്തതുപോലെ തന്നെ റോസ് ഗാർഡനിലേക്ക് ചെന്നു. അവിടെ ഒരു കുഴിയെടുത്ത് ഇയാളുടെ ഡെഡ് ബോഡി അവിടെ മറവ് ചെയ്യാണ്. ആ നേരത്തെല്ലാം അവന്റെ അച്ഛനുണ്ടല്ലോ, അതായത് മൈക്ക് ഭയങ്കര വിഷമത്തിൽ കരയുന്നുണ്ട്. ബാക്കിയുള്ള ഡീമൻസിനെ പോലെയല്ല, ഇയാൾ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു ഡീമനാണ്. ഇതെല്ലാം പറയുന്ന സമയത്ത് ശരിക്കും ഭയങ്കര ഞെട്ടലോട് കൂടിയിട്ടാണ് നമ്മുടെ അലൻ ഇതെല്ലാം കാണുന്നത്. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ പച്ചക്ക് വെട്ടിക്കീറിയിട്ട് അത് ചെകുത്താനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, എത്രയാന്ന് വെച്ചിട്ടാ. എന്തായാലും കുഴിച്ചുമൂടി ഏകദേശം ആ ഒരു പരിപാടി തീരാനായപ്പോ മൈക്ക് അവിടുന്ന് പോവാണ്. ആ നേരത്ത് അലൻ ആദത്തിനോട് പറഞ്ഞു, വാടാ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഇങ്ങനെ ഈ അച്ഛന്റെ ഈ ഭ്രാന്തിന് കൂട്ടു നിന്നാല് നമ്മൾക്കും ഭ്രാന്താ, വാ നമുക്ക് ഇവിടുന്ന് പോവാന്നൊക്കെ പറയുന്ന സമയത്ത് ആദം പറയാണ്, ചേട്ടാ നിനക്കെന്താ മനസ്സിലാവാത്തത്, അച്ഛൻ പറയുന്ന സത്യമാണ്, ഇവരൊക്കെ ഡീമൻസ് ആണ്, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ആദം അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ വീണ്ടും നമ്മുടെ അലന്റെ അടുത്തേക്ക് മൈക്ക് വന്നിട്ട് പറയാണ്, മോനെ നിനക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, അച്ഛൻ ചെയ്യുന്നതൊന്നും കൊലപാതകമല്ലടാ, അത് ആദ്യം നീ മനസ്സിലാക്കുക. ഇനി അച്ഛൻ പറയുന്ന ഒരു കാര്യവും നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നീ എന്റെ കൂടെ പുറത്തേക്ക് വാ. അതായത് അവരുടെ ഗാർഡനിൽ ഒരു വലിയ കുഴി, ദൈവത്തെ ഓർത്ത് നീ കുഴി എടുക്കാൻ തുടങ്ങുക, അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന്. എന്നാൽ ആ ഒരു കുഴി എടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ അലൻ സമ്മതിക്കുകയാണ്. അതായത് ഈ കുഴി അത് എത്ര ആഴത്തിൽ വേണമെങ്കിലും ഞാൻ തോണ്ടാം, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അത് ഭ്രാന്താണ്, ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല, അത് അച്ഛന് ഞാൻ തന്നെ ബോധ്യപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം അവിടെ വെച്ച് അവൻ ചെയ്യാണ്. നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കുഴി എടുത്താലും അച്ഛൻ പറയുന്ന കാര്യങ്ങൾ സത്യമാകാൻ പോകുന്നില്ല എന്ന് തെളിയിക്കാനാണ് വളരെ കഷ്ടപ്പെട്ട് അവൻ ആ ഒരു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ടയേർഡ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു വലിയ കുഴി അവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി കൈയെല്ലാം ആകെ പൊട്ടിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് വന്നു. മകൻ എല്ലാ കാര്യവും മനസ്സിലാക്കി, ഇത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനയാണെന്ന് മനസ്സിലാക്കുക എന്നൊക്കെ വിചാരിച്ചപ്പോ അലൻ പറയുന്നത്, അച്ഛാ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് കൊലപാതകമാണ്, ഇത് പ്രാന്താണ് എന്നാണ് അവൻ പറയുന്നത്. അതായത് അവൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നേ ഇല്ല. അപ്പൊ വീണ്ടും ആ ഒരു കുഴി തോണ്ടാൻ വേണ്ടി അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ 5 ദിവസം നമ്മുടെ അലൻ ആ ഒരു കുഴി തോണ്ടി. എന്നിട്ടും അച്ഛൻ പറയുന്ന ആ ഒരു കാര്യം അവൻ വിശ്വസിച്ചിട്ടേ ഇല്ല, അച്ഛന് ഭ്രാന്താണ്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൈവം വന്ന് പറഞ്ഞു പോലും ഇത്രയും ആൾക്കാരെ കൊല്ലാനായിട്ട്. കുഴി എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇയാൾ അവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയായിരുന്നു. എന്തിനാണെന്നല്ലേ, ആ വലിയ കുഴി എടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ പറയണ, എന്തായാലും നമ്മൾ ഇനിയും ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യണം, പക്ഷെ അതിനൊരു മറയൊക്കെ വേണം, ഒരു ബേസ്മെന്റ് ആവശ്യമാണ്. സോ ആ ഒരു കുഴിയുടെ ഉള്ളിലായിട്ട് ഇവരൊരു ബേസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൊണ്ട് മരത്തിന്റെ ഒരു ബേസ്മെന്റ്, അതായത് ചെറിയൊരു ഷെഡ് പോലെ ഒരു കാര്യം ഉണ്ടാക്കി ആ കുഴിയിലേക്ക് അത് ഇറക്കി വെക്കുകയാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ വെച്ചാണ് ഇവരുടെ പരിപാടിയൊക്കെ. ആ ചെക്കനെ കൊണ്ട് അത്രയും വലിയ കുഴി കയറിപ്പിച്ചത് അപ്പൊ അതിനായിരുന്നല്ലേ. എന്തായാലും 3ാമത്തെ ആളെയും ഇപ്പോ മൈക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ആ കോടാലി നമ്മുടെ അലന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇത്തവണ കൊലപാതകം ചെയ്യേണ്ടത് നീയാണ്. പിന്നീട് അവന്റെ കയ്യിലേക്ക് ആ കോടാലി വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ അലന് പറ്റിയില്ല കേട്ടോ. അവൻ ആ ഒരു കോടാലിയും താഴിട്ടോ ഒരൊറ്റ ഓട്ടാണ് നേരെ ഓടിച്ചെന്നത് ആ നാട്ടിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ എത്തി കാര്യങ്ങൾ മുഴുവൻ പറയാണ്. എന്നാൽ പോലീസുകാരനെ ഈ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല. ഒരു ചെറിയ ചെറുക്കൻ വന്നിട്ട് അവന്റെ അച്ഛൻ ഇതുപോലെ കൊലപാതകയാണ്, 3 പേരെ കൊന്നു എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാണ് ഒരു പോലീസുകാരൻ വിശ്വസിക്കുക? തെളിവ് വേണ്ടേ? ഒരു പ്രായപൂർത്തിയായ ആള് അല്ലെങ്കിൽ പക്വത വന്ന ആള് പറയുന്നതാണെങ്കിൽ പിന്നെയും പോലീസുകാർക്ക് വിശ്വസിക്കാൻ പറ്റും. എന്നാലും നമ്മുടെ അലന്റെ ആ ഒരു നിർബന്ധ പ്രകാരം ആ പോലീസുകാരൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ മൈക്കിനോട് ചോദിക്കുമ്പോൾ ഇപ്പൊ മൈക്ക് പറയണേ, എന്റെ പൊന്നു സാറേ, ഇന്ന് അവൻ നല്ലൊരു കുരുത്തക്കേട് കാണിച്ചു, ഞാനൊരു പണിഷ്മെന്റും കൊടുത്തു. അതിന്റെ ആ ഒരു ദേഷ്യത്തിൽ പിള്ളേര് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സാർ എന്തിനാണ് അതൊക്കെ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നത്? അപ്പൊ ആ ഒരു പോലീസുകാരനും പറഞ്ഞു, ശരിയാണ്, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ചെറുക്കൻ എന്തോ ഒരു കുരുത്തക്കേട് കളിച്ചിട്ട് വരുന്ന വരുത്താണെന്ന്. എന്നാൽ അപ്പോഴും നിർബന്ധിച്ച് അലൻ ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ പ്ലീസ് ദയവ് ചെയ്ത് ആ ഒരു ബേസ്മെന്റിലേക്ക് വാ, അവിടെ ഉണ്ടാവും കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധിച്ചാൽ സാറിന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആ ഒരു പോലീസുകാരനെയും കൂട്ടി ബേസ്മെന്റിലേക്കും ചെല്ലുകയാണ്. എന്നാൽ അച്ഛൻ ഇത്തവണ കൊണ്ടുവന്ന ആളെയും അവിടെ കാണാനില്ല, സംശയാസ്പദമായിട്ട് ഒന്നും തന്നെ കാണാനില്ല. ഇപ്പൊ ഈ പോലീസുകാരന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അലനെ ചീത്ത
ചീത്ത പറയാണ്. ഇനി എങ്ങാനും വെറുതെ എന്നെ മെനക്കെടുത്താൻ നിന്നാണ്ടല്ലോ അടിച്ച് ഞാൻ ഓടിപ്പിക്കും. ഇനി ആ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നീ വന്നാൽ. ഇതും പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അലൻ മറ്റൊരു കാര്യം പറയാണ്. സാറേ, ഇതൊന്നുമല്ല, സാറ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്റെ അച്ഛൻ തന്നെ ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചാണ്. പക്ഷെ അച്ഛൻ ഒളിപ്പിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇതാ ആ കാണുന്ന റോസ് ഗാർഡൻ ഉണ്ടല്ലോ, രണ്ടുപേരെ കൊന്ന് അവിടെ കുഴിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ പോലീസുകാരൻ ഒന്ന് ഞെട്ടാണ്. വാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ പോലീസുകാരന്റെ തലയിൽ ഒരു കോടാലി വന്ന് കയറുകയാണ്. മറ്റാരുമല്ല, അലന്റെ അച്ഛനായിട്ടുള്ള മൈക്ക് തന്നെ. കാരണം റോസ് ഗാർഡനിൽ പോയിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി കിട്ടും, ഇവര് കൈയോടെ പിടിക്കപ്പെടും. അതിനു മുന്നേ തന്നെ പോലീസുകാരനെ കൊല്ലുകയാണ്. എന്നിട്ട് എപ്പോഴത്തെയും പോലെ ആ പോലീസുകാരനെയും അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുകയാണ്. എന്നാൽ ഇത്തവണ കുഴിച്ചു മൂടുമ്പോൾ മൈക്ക് വല്ലാണ്ട് കിടന്ന് കരയാണ്. എടാ, നീ എന്നെ കൊണ്ടൊരു കൊലപാതകം ചെയ്യിപ്പിച്ചില്ലടാ. എന്നാൽ ആ സമയത്ത് അലൻ പറയുന്നത്, അച്ഛൻ ഇപ്പോഴല്ല കൊലപാതകം ചെയ്തത്, ഇതിന് മുന്നേയും കൊലപാതകം ചെയ്തു. എന്നാൽ മൈക്ക് പറയുന്നത്, എടാ അതൊന്നും കൊലപാതകമല്ല, ദൈവം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, നീ എന്താ മനസ്സിലാക്കുന്നത്? എന്നാൽ മൈക്ക് പറയുന്ന ഈ ഭ്രാന്തമായ കാര്യങ്ങൾ അലൻ വിശ്വസിക്കുന്നേയില്ല. ഇതിൽ ദേഷ്യം വന്ന മൈക്ക് കോടാലി എടുത്ത് അവനെ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദം വന്നിട്ടാണ് അച്ഛനെ തടുക്കുന്നത്. എന്തായാലും കോടാലി താഴെയിട്ട് ഇപ്പൊ മൈക്ക് അവിടുന്ന് പോകണം. ഇതേ നേരം ആദത്തിനോട് അലൻ വീണ്ടും പറയണം, ആദം വാ നമുക്ക് പോവാടെ ഇവിടുന്ന്, നമുക്ക് രക്ഷപ്പെടാടെ ഇവിടുന്ന്. അതായത് അലൻ വിചാരിച്ചാൽ അവന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോവാം. പക്ഷെ അനിയനുള്ളത് കൊണ്ട് അവൻ ഒറ്റയ്ക്കാക്കി പോവാൻ കഴിയുന്നില്ല. ആദം ഉള്ളത് കൊണ്ട് മാത്രമാണ് അലൻ അത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നത് തന്നെ. ഈ സമയത്ത് വീണ്ടും മൈക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. അലനോട് എന്തോ ഒന്ന് പറയാണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി നേരെ ബേസ്മെന്റിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് പറയാണ്, മോനെ, ഏഞ്ചല് പലതവണ പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതെന്താണെന്ന് നിനക്കറിയോ? ഭാവിയിൽ നീയും ഒരു ഡീമനായി മാറാൻ പോവാണ്. ഇത് കേട്ടപ്പോ അലൻ ഞെട്ടിപ്പോവാണ്. ഇത്രയും ദിവസം ചുറ്റുപാടുണ്ടായിരുന്ന ആൾക്കാരെയായിരുന്നു ഡീമനായിട്ട് അച്ഛൻ കണ്ടിരുന്നത്. ഇപ്പൊ സ്വന്തം മോനെ തന്നെ ഒരു ഡീമനായിട്ട് കാണുകയാണ്. അതിനർത്ഥം എന്താണ്? അധികം വൈകാതെ ചിലപ്പോ സ്വന്തം അച്ഛൻ മൈക്ക് തന്നെ അലനെ കൊന്നേക്കാം. എന്നാൽ അലനോട് മൈക്ക് ഒരു കാര്യം പറയാണ്, ഒരിക്കലും നിന്നൊരു ഡീമനാക്കാൻ വേണ്ടി എനിക്ക് കഴിയില്ല. നീ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരണം, ഞങ്ങളെപ്പോലെ ആവണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ നീ ഒരു ബേസ്മെന്റിൽ തന്നെ കിടക്കുന്നു പറഞ്ഞിട്ട് അവൻ അതിന്റെ ഉള്ളിലാക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് മൈക്ക് അവിടുന്ന് പോവാണ്. പിന്നീട് ആവശ്യത്തിന് മാത്രം വെള്ളം അവന് കൊടുക്കായിരുന്നല്ലോ. ഇതും കൊണ്ടേ കൊടുക്കാൻ പോകുന്നത് ആദമാണ്. ആദം അച്ഛന്റെ സൈഡ് ആണെങ്കിലും ചേട്ടനോട് വലിയ ഇഷ്ടമാണ് അവന്. അപ്പൊ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് ആദം പറയുന്നുണ്ട്, ദയവ് ചെയ്ത് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്ക്, അച്ഛൻ പറയുന്നത് പോലെ കേൾക്ക്. എന്നാൽ ആ സമയത്ത് അലൻ പറയുന്നത്, ഞാൻ ഇവിടെ കിടന്ന് ചത്താലും അച്ഛൻ പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കില്ല എന്നാണ്. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായിട്ട് കടന്നു പോവാണ്. ഭക്ഷണവും വെള്ളവും മര്യാദക്ക് കഴിക്കാത്തതുകൊണ്ട് ആ ഒരു ഇരുട്ട് റൂമിൽ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലതരം ഹാലൂസിനേഷൻ അലന് വരുന്നുണ്ട്. ആ ചെറിയ പ്രായത്തിൽ തന്നെ അവന് പല പ്രശ്നങ്ങളും വന്നു പോവാണ്. എന്തൊക്കെയോ അവന്റെ ചുറ്റും വന്നു പോകുന്നതായിട്ടൊക്കെ അവന് തോന്നുന്നുണ്ട്. പിന്നീട് ആകെ ടയർഡായിട്ട് അവൻ വീണ് പോവാണ് കേട്ടോ. ഈ കാര്യം ആദം ചെന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്. സോ അതും അച്ഛനും കൂടെ വന്നിട്ട് ആ ഒരു ബേസ്മെന്റ് തുറന്ന് അവന് പുറത്തേക്ക് എടുക്കുകയാണ്. അവൻ വല്ലാണ്ട് ടയർഡായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്വന്തം മകനെ കയ്യിൽ വെച്ചുകൊണ്ട് മൈക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മോനെ എന്നെ കൊണ്ട് എന്തിനാടാ ഈ മഹാഭാവം ചെയ്യിപ്പിക്കുന്നത്? നീ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അച്ഛന്റെ വഴിക്ക് ഒന്ന് വാടാ. എന്നാൽ ഇത്തവണ അലൻ പറയാണ്, അച്ഛാ, അച്ഛൻ പറയുന്നൊക്കെ ഞാൻ സമ്മതിച്ച അച്ഛാ, ശരിയാണ്, ദൈവം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഞാനും ദൈവത്തെ കണ്ടു എന്ന് അലൻ നുണ പറയാണ്. കാരണം ഇനിയും അച്ഛൻ അവൻ ആ ഒരു ബേസ്മെന്റിൽ കൊണ്ടുപോയിട്ട് പട്ടിണിക്ക് ഇടാതിരിക്കാനായിട്ട്. പിന്നീട് മൈക്ക് തന്നെ മൂത്ത മകനായിട്ടുള്ള അലന് വേണ്ടി നന്നായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതേ നേരം ചെറിയ ചെറുക്കനായിട്ടുള്ള ആദത്തിന് എന്തോ സംശയം. ചേട്ടൻ ദൈവത്തെ കണ്ടോ? ദൈവം എന്താ പറഞ്ഞത്? മാലാഖ എന്താ പറഞ്ഞത്? ഞാൻ ഡീമൺസിനെ കണ്ടിട്ടുണ്ടെങ്കിലും ചേട്ടൻ പറഞ്ഞതുപോലെ മാലാഖയെ കണ്ടിട്ടില്ല. ഇതേ നേരത്ത് മൈക്ക് ആദത്തിനോട് പറയണം, മോനെ മോൻ മിണ്ടാതിരിക്കും, ചേട്ടൻ ഭക്ഷണം കഴിക്കട്ടെ, എല്ലാം അതിന്റേതായ സമയമാകുമ്പോൾ നിനക്കും കാണാൻ കഴിയുമെന്ന് പറയണം. പിന്നീട് മൈക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ചേട്ടൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കട്ടെ, എന്നാലല്ലേ ഇന്ന് രാത്രി ചെയ്യാൻ പോകുന്ന കാര്യം നല്ല ഉഷാറിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോ അലൻ വീണ്ടും ഞെട്ടുകയാണ്. അതായത് അച്ഛൻ അടുത്ത കൊലപാതകം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെന്തൊരു മനുഷ്യനാണ്? സത്യം പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണ്? എല്ലാത്തിനും വ്യക്തമായ ഒരു ഉത്തരം സിനിമയുടെ അവസാനം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ രാത്രിയിൽ വീണ്ടും അവരിറങ്ങാണ് മൂന്നാമത്തെ ആളെ തേടിയിട്ട്. അയാൾക്കും ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാറിന്റെ ടയർ പഞ്ചറായെന്ന് പറഞ്ഞിട്ട് അയാൾ ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ അയാളുടെ പിന്നിലൂടെ വന്ന് ആ ഇരുമ്പിന്റെ റോഡ് വെച്ച് ഇയാളുടെ തലക്കിട്ടടിക്കുകയാണ്. അയാളുടെ ബോധം പോയി. പിന്നീട് ആ മനുഷ്യനെയും തൂക്കിയെടുത്തുകൊണ്ട് ഇവരുടെ ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്ന് അയാളെ കെട്ടിയിട്ട് അയാളുടെ ദേഹത്ത് തുടങ്ങുന്ന സമയത്ത് വീണ്ടും മൈക്കിന്റെ അച്ഛൻ കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. അതായത് അയാൾ ഡീമൻ ആണെന്നുള്ള കാര്യം ആ ഒരു ടച്ചിലൂടെ അയാൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് ആ ഒരു കോടാലി അലന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇയാളെ കൊല്ലാൻ പോകുന്നത് അലനാണ്. അലനോട് അയാളെ വെട്ടി നുറുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അലൻ ആ ഒരു കോടാലി എടുക്കുകയാണ്. ആഞ്ഞ് ഒരേറ്റ വെട്ടാണ്. എന്നാൽ വെട്ടിയത് ആ ആളെ ആയിരുന്നില്ല, അവന്റെ സ്വന്തം അച്ഛനായിട്ടുള്ള മൈക്കിന്റെ നെഞ്ചത്തേക്കിട്ടായിരുന്നു. മൈക്ക് ആകെ ഞെട്ടിപ്പോയി. നിലംപൊത്തി താഴേക്ക് വീഴാണ്. കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസാന നിമിഷത്തിൽ രണ്ടാമത്തെ മകനായിട്ടുള്ള ആദത്തിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവന്റെ ചെവിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ആദം ആ ഒരു കാര്യം കേൾക്കുകയാണ്. ഇതേ നേരം തന്നെ അലൻ പോയിട്ട് ആ കെട്ടിക്കിടിക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ആള് ഭയം കൊണ്ട് വിറക്കുകയാണ്. കാരണം അച്ഛന് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ജോലി ഇളയ മകനായിട്ടുള്ള ആദത്തിനോട് അവന്റെ അച്ഛൻ ചെയ്തു തീർക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അവന്റെ ചെവിയിൽ അവസാനമായിട്ട് പറഞ്ഞതും ആ ഒരു കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പിന്നീട് മനസ്സിലാക്കാം. സോ അച്ഛൻ പൂർത്തിയാക്കേണ്ട ആ ഒരു ജോലി അച്ഛന് പറ്റാത്തത് കൊണ്ട് ആദം തന്നെ ചെയ്തു തീർക്കുകയാണ്. ആ കോടാലി വെച്ച് ഇയാളെ വെട്ടിമുറിച്ചിടുകയാണ്. സോ അവിടെ ഇപ്പൊ
രണ്ട് ഡെഡ് ബോഡികളാണ് ഉള്ളത്. ഒന്ന് അവരുടെ അച്ഛന്റെ ബോഡി, അതുപോലെ തന്നെ അച്ഛൻ കൊണ്ടുവന്ന ആ ആളുടെ ബോഡി. ആ രണ്ട് ബോഡിയും പിന്നീട് രണ്ട് മക്കളും ചേർന്നിട്ട് അതേ റോസ് ഗാർഡിൽ തന്നെ കൊണ്ട് കുഴിച്ചു മൂടുകയാണ്. രണ്ടുപേരുടെയും ആ ഒരു ചെറിയ പ്രായത്തിൽ എത്രത്തോളം വലിയൊരു ട്രോമയാണ് അവർ അനുഭവിച്ചതെന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ആ കാര്യങ്ങൾ അലൻ ഇപ്പോൾ പോലീസുകാരനായിട്ടുള്ള വെസ്ലിയോട് പറയാണ്. സത്യം പറഞ്ഞാൽ ഈ കഥയെല്ലാം കേട്ട് വെസ്ലി ഭയങ്കരമായിട്ട് ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഡ്രൈവ് ചെയ്ത് അവർ ആ ഒരു റോസ് ഗാർഡിലേക്ക് വന്നിരിക്കുകയാണ്. റോസ് ഗാർഡിലേക്ക് വന്ന സമയത്ത് തന്നെ ഇപ്പൊ വെസ്ലി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നീ ഈ കഥയിൽ ഒരു കാര്യം ഇതുവരെയായിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് ആദ്യം എപ്പോഴാണ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഡെഡ് ബോഡി ഈ റോസ് ഗാർഡനിൽ മറവ് ചെയ്യണം എന്നുള്ള കാര്യം നീ എന്നോട് പറഞ്ഞിട്ടില്ല. സോ ആ കാര്യം കൂടെ അലൻ ഇപ്പൊ പറയുന്നുണ്ട്. അന്ന് രണ്ടുപേരും കൂടെ അച്ഛൻ മരിച്ചു, അതുപോലെ തന്നെ അച്ഛൻ കൊണ്ടുവന്ന ആ ആള് മരിച്ചല്ലോ. രണ്ടുപേരെയും കുഴിച്ചു മൂടി കഴിഞ്ഞ സമയത്ത് ഇളയ മകനായിട്ടുള്ള ആദം കരഞ്ഞുകൊണ്ട് തന്നെ അലനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ചേട്ടാ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടണം. ആ ഒരു കഥ പറഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മുടെ അലൻ പറയാണ്, അന്ന് അവൻ എനിക്ക് ആ ഒരു വാക്ക് തന്നെയാണ്. എന്ത് എനിക്ക് മനസ്സിലായില്ല. വിസ്ലി ഒന്നുകൂടെ ചോദിക്കുകയാണ്, അവൻ നിനക്ക് വാക്ക് തന്നോ? നീയല്ല ചേട്ടൻ, നീ അവനല്ലേ വാക്ക് കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാന്ന് പറയണം. ഇപ്പൊ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് അലൻ പറയാണ്, സാറേ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അലനല്ല, അലന്റെ അനിയനായിട്ടുള്ള ആദമാണ്. ഞാനാണ് ആദം. പെട്ടെന്ന് വിസ്ലി ആകെ ഞെട്ടിപ്പോവാണ്. അതായത് അവൻ പറഞ്ഞ ആ ഒരു കഥയിലെ കൊലപാതകി, ആ ഒരു ഗോഡ് ഹാൻഡ് കില്ലർ, ആ ആള് തന്നെയാണ് അവന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത്, ആദം. ചെറിയ പ്രായത്തിൽ ഭ്രാന്തനായിട്ടുള്ള അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ വിശ്വസിച്ച് അച്ഛന്റെ വഴിയിലേക്ക് വന്ന ആ അച്ഛന്റെ ഇളയ മകനായിട്ടുള്ള ആദം. സോ ആ ഒരു കാര്യം മനസ്സിലാക്കിയ വെസ്ലി ആകെ ഞെട്ടിത്തരിച്ച് അവിടെ നിൽക്കുകയാണ്. ഇത്രയും നേരം ഒരു സൈക്കോ കില്ലറുടെ കൂടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ഈ കഥയിലെ ഒരു പ്രധാന ട്വിസ്റ്റ്. എന്നാൽ ഇത് മാത്രമാണ് ട്വിസ്റ്റ് അല്ല, ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന പല ട്വിസ്റ്റും ഈ കഥയിലുണ്ടെന്ന്. അപ്പൊ അത് കേൾക്കാനായിട്ട് തയ്യാറായി നിന്നു. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഈ അലൻ, ഇത് അലനല്ലല്ലോ, ആ ഒരു കാര്യം ഇനി നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ശരിക്കും ഇത് ആദമാണ്. ആദം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് തുടക്കം തന്നെ ഈ വെസ്ലിയോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. 2 ദിവസം മുന്നേ അവന്റെ ബ്രദർ വിളിച്ചായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷയം നമ്മളെ കാണിച്ചില്ലേ. ശരിക്കും അതാണ് അലൻ, അതായത് മൂത്ത ആള്. അവനങ്ങനെ ആ ഒരു റൂമിലിരുന്ന് ഒരുപാട് വിഷമത്തിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടില്ലേ, കൊലപാതകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഇടയായിട്ട് നടന്ന ആ കൊലപാതകങ്ങൾ അത് മുഴുവൻ ചെയ്തത് ഇതേ അലൻ തന്നെയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ചെറിയ പ്രായത്തിൽ അച്ഛൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് 24 മണിക്കൂറും അച്ഛന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മൂത്ത മകനായിട്ടുള്ള അലൻ തന്നെയാണ് പിന്നീട് ഒരു സൈക്കോയായി മാറിയത്. എന്താണ് ശരിക്കും വെസ്ലിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആദം വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രി അച്ഛനെ കൊന്ന്, അച്ഛൻ പറഞ്ഞിട്ട് നമ്മുടെ ആദം മറ്റൊരാളെയും കൊന്ന് ആ 2 ഡെഡ് ബോഡിയും ആ ഒരു ഗാർഡിൽ അവർ കുഴിച്ചു മൂടുന്ന സമയത്ത് ആദം ചേട്ടനായിട്ടുള്ള അലനോട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടണം, എന്നെങ്കിലും ഒരിക്കലും അത് സംഭവിക്കുമല്ലോ. അതുപോലെ തന്നെ ഇതിനുശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തത് അച്ഛനെ കാണാനില്ല, അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി. അതൊരു മിസ്സിംഗ് കേസ് ആയിട്ട് പോലീസുകാർ പിന്നീട് അതിനെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ 2 പിള്ളേരെയും അലനെയും അതുപോലെ തന്നെ ആദ്യത്തിനെയും വേറെ വേറെ ഓർഫനേജിലേക്കാണ് വിട്ടത്. പിന്നീട് ഈ 2 ആൾക്കാർ 2 സ്ഥലത്ത് വെച്ച് വളർന്നത് വ്യത്യസ്ത രീതിയിലായിരുന്നു. ആദം അവന്റെ അച്ഛൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ജീവിച്ചത്. ഒരാളെ പോലും അനാവശ്യമായിട്ട് കൊല്ലാൻ പോവാതെ ഇനി എങ്ങാനും ഏഞ്ചല് വന്ന് വല്ല പേരും പറഞ്ഞാൽ അന്ന് മാത്രമേ ഞാൻ ഒരാളെ കൊല്ലൂ എന്നുള്ള ആ ഒരു രീതിയിലാണ് ആദം വളർന്നതെങ്കിൽ അലന്റെ സിറ്റുവേഷൻ വളരെയധികം മോശമായിരുന്നു. കാരണം അവന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു ട്രോമ മെന്റലി അവനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അവന്റെ മാനസികാവസ്ഥ വളരും തോറും മാറി മാറി വന്നു. പിന്നീട് അവനൊരു സീരിയൽ കില്ലറായിട്ട് മാറുകയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ FBI ഏജന്റ് ഈ വെസ്ലി ഉണ്ടല്ലോ, ഇയാൾ തേടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ കൊലപാതകി അത് ശരിക്കും ഈ ആദത്തിന്റെ ചേട്ടനായിട്ടുള്ള അലനാണ്. ഇപ്പൊ 2 ട്വിസ്റ്റ് ആയേ. ഇനി അടുത്തത് വേറൊന്നുകൂടെ വരാനിരിക്കുന്നുണ്ട്. അതായത് അന്ന് മരിക്കാൻ നേരത്ത് ആദത്തിന്റെ ചെവിയിൽ അവന്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതെന്താണ്? അതായത് ഏഞ്ചൽസ് വഴി ഇവരുടെ അച്ഛനുണ്ടല്ലോ മൈക്കിന് നേരത്തെ ഒരു കാര്യം മനസ്സിലായി. അതായത് വളരുന്ന സമയത്ത് അലൻ ഒരു ഡീമണായിട്ട് അല്ലെങ്കിൽ ഒരു പിശാചായിട്ട് മാറുന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലേണ്ട ചുമതലയും അത് നിനക്കാണ് എന്ന് മരിക്കുന്നതിന് മുന്നേ ആദത്തിന്റെ ചെവിയിൽ അവന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മൈക്ക് പറഞ്ഞതുപോലെ തന്നെ അതൊരു കോയിൻസിഡൻസ് ആണോ അല്ലെങ്കിൽ അത് നേരത്തെ മൈക്കിന് മനസ്സിലാക്കാൻ പറ്റിയതാണോ എന്നൊന്നും അറിയില്ല. വളർന്നു വലുതായപ്പോ ശരിക്കും മൈക്ക് പറഞ്ഞതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള അലൻ ഒരു ഡീമൺ അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലറായിട്ട് മാറി. ഈ കാര്യം മനസ്സിലാക്കിയ ആദം എന്ത് ചെയ്തു? അലന്റെ അടുത്തേക്ക് ചെന്ന് ആ റോഡ് ഉപയോഗിച്ച് അവനെ തലക്കടിച്ച് കൊല്ലുകയാണുണ്ടായിരുന്നത്. കാരണം അലൻ അവൻ ഇനിയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പേര് കൊല്ലും. സോ അതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ആദം തന്നെ അലനെ കൊന്ന് ഇതേ റോസ് ഗാർഡിൽ കൊണ്ടുവന്നിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട്. അപ്പോ കഥയിലെ 3ാമത്തെ ട്വിസ്റ്റ് ആയി കേട്ടോ. പക്ഷേ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ആദം ഈ ഒരു വെസ്ലിയോട് പറയുന്നത്? എന്തായാലും റോസ് ഗാർഡൻ അവിടെ ഒരുപാട് ആൾക്കാരെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് വന്ന സമയത്ത് ആദം ഒരു കാര്യം കൂടെ വീണ്ടും ഈ ഒരു വെസ്ലിയോട് ചോദിക്കുകയാണ്. അതായത് നിങ്ങളുടെ അമ്മയെ കൊന്നത് ഒരു സൈക്കോ കില്ലർ അല്ലേ? അയാളെ കണ്ടുപിടിക്കാനല്ലേ നിങ്ങൾ ഒരു പോലീസുകാരനായത്? എന്നിട്ട് അയാളെ കണ്ടുപിടിച്ചോ? എങ്ങനെ കണ്ടുപിടിക്കാനല്ലേ? നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. ഇത് കേട്ട പാടിന് വെസ്ലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഗണ്ണെടുത്ത് നമ്മുടെ ആദത്തിന്റെ തലക്ക് അടിക്കാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗണ്ണ് തട്ടി മാറ്റിയിട്ട് വെസ്ലി അവനൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. അതേ നേരം തന്നെ പല
വിഷ്വലും ആദത്തിന്റെ മൈൻഡിലൂടെ അങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതായത് വെസ്ലി എന്ന ഈ FBI ഓഫീസർ ഉണ്ടല്ലോ, ഇയാളുടെ അമ്മ, ആ അമ്മയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അത് വ്യക്തമായിട്ട് തന്നെ ഇയാളെ തൊട്ടതിലൂടെ ആദത്തിന് കാണാൻ കഴിഞ്ഞു. അതായത് ആ ഒരു സ്ത്രീ അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളും സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും സ്വത്ത് കിട്ടാൻ വേണ്ടി മറ്റാരുമല്ല ആ ഒരു സ്ത്രീയെ കൊന്നത് സ്വന്തം മകനായിട്ടുള്ള ഈ FBI ഓഫീസറായിട്ടുള്ള ഈ വെസ്ലി തന്നെയാണ്. എങ്ങനെയാണ് ഈ കാര്യം നമ്മുടെ ഈ ഒരു ആദത്തിന് മനസ്സിലായത്? അയാളെ തൊട്ടപ്പോൾ തന്നെ ആ കാര്യം അവന് മനസ്സിലായി. അതിനർത്ഥം എന്താണ്? ഇത്രയും നേരം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ രണ്ട് പയ്യന്മാര് അലൻ, ആദം, ഇവരുടെ അച്ഛനായിട്ടുള്ള മൈക്ക് ഒരു ഭ്രാന്തനാണെന്നാണ്. എന്നാൽ അയാൾ ഭ്രാന്തനായിരുന്നില്ല. അയാൾക്ക് വന്നിരുന്നത് ശരിക്കും ഏഞ്ചൽസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് തന്നെയായിരുന്നു. ഓരോ ആളെ തൊടുമ്പോഴും അവര് ചെയ്ത പാപങ്ങൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് മൈക്കിനുണ്ടായിരുന്നു. ആ കഴിവ് ഇപ്പോ അയാളുടെ ഇളയ മകനായിട്ടുള്ള ആദത്തിന് കിട്ടി. അതുപോലെ തന്നെ ആദത്തിന് ഏഞ്ചൽസ് കൊടുത്ത ഒരു ഡീമന്റെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഈ FBI ഏജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസർ ആയിട്ടുള്ള ഈ വെസ്ലി. സ്വന്തം അമ്മയെ തന്നെ സ്വത്തിന്റെ പേരിൽ കൊന്ന ഇവൻ ഒരു ഡീമനല്ലേ, ഒരു ചെകുത്താനല്ലേ. അപ്പൊ തന്നെ അവിടെ ഉണ്ടാക്കിയ ഒരു കുഴിയിലേക്ക് അടിച്ചു മൂടി ഇടുകയാണ് ഈ ഒരു വെസ്ലിയെ. ആ നേരത്ത് വെസ്ലി പറയുന്നുണ്ട്, നീ എന്നെ കൊന്നിട്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, ഞാനൊരു FBI ഓഫീസറാണ്, എന്നെ കൊന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ സ്റ്റേഷനിലേക്ക് വന്നില്ലേ, അവിടുന്ന് തിരിച്ചു വന്നില്ലേ, അതെല്ലാം അടുത്ത് ആ ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എന്നെ ഇവിടെ കൊല്ലാൻ നിൽക്കണ്ട കേട്ടാ. എന്നാൽ ഈ നേരത്ത് ആദം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ആ ക്യാമറയിൽ എന്നല്ല നിങ്ങൾക്കാർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതേ കാര്യം തന്നെ പിള്ളേരുടെ ചെറുപ്പത്തില് അന്ന് ആ ഒരു വണ്ടിയിൽ വെച്ച് മൈക്ക് പറഞ്ഞില്ലേ. എന്തായാലും ഇതിനുശേഷം കയ്യിലെ ആ ഒരു കോടാലി വെച്ച് ഇയാളുടെ തല തന്നെ വെട്ടിക്കീറി പൊളിച്ച് ആ കുഴിയിൽ അയാളെ മണ്ണിട്ട് മൂടുകയാണ് ആദം. അയാൾ മരിക്കേണ്ടവൻ തന്നെയാണ്. പണത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മയെ കൊന്നവനല്ലേ ഇവൻ, തീർച്ചയായിട്ടും ഒരു ചെകുത്താൻ തന്നെയാണ്. ഇതിനുശേഷം മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് പിള്ളേരെയും കൂട്ടി ഓരോരുത്തരെയായിട്ട് ഈ മൈക്ക് അവരുടെ വീട്ടിലേക്ക് ഓരോരുത്തരെ തട്ടിക്കൊണ്ടുവരില്ലേ, എന്നിട്ട് ആ ഗ്ലൗസ് ഊരി വെച്ച് അവർ തൊടുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വിറക്കുമായിരുന്നല്ലോ. നമ്മൾ ആ നേരം വിചാരിച്ചത് ഇയാൾക്ക് നല്ല മുഴുത്ത ഭ്രാന്താണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അയാൾക്ക് യഥാർത്ഥത്തിൽ ആ മനുഷ്യരെ തൊട്ടാൽ അവരുടെ പാപം എന്താണെന്ന് കാണാനുള്ള കഴിവുണ്ടായിരുന്നു. ആദ്യം തന്നെ ആ സ്ത്രീയെ തൊട്ട സമയത്ത് ഒരു കാര്യം മനസ്സിലായി. പണത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ വിഷം വെച്ച് കൊന്ന ഒരു രാക്ഷസിയാണ് ആ ഒരു സ്ത്രീ. അവള് മരിക്കേണ്ടവളാണ്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആ അപ്പാപ്പൻ കണ്ടാൽ പാവമാണെന്ന് തോന്നെങ്കിലും ഇയാൾ ഒരു മഹാവൃത്തികെട്ട ഒരു എന്താ പറയാ, കുട്ടികളോട് മാത്രം കാമം തോന്നുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു. കുറച്ച് പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നവനാണ് ഈ ഒരു തന്ത. അതുകൊണ്ടാണ് ഈ ഒരു തന്തയെ തൊട്ട സമയത്ത് വല്ലാണ്ട് വിറയിലിറങ്ങി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് കോടാലി കൊണ്ട് മൈക്ക് അയാളെ വെട്ടിമുറിച്ചത്. അതായത് അന്ന് മൈക്ക് കൊന്ന ഓരോ ആൾക്കാരും വളരെയധികം പാപം ചെയ്ത ഡീമൻസ്, ചെകുത്താന്മാർ, പിശാചുകൾ തന്നെയായിരുന്നു. കഥയിലെ ഒരു പ്രധാന ട്വിസ്റ്റും ഇത് തന്നെയാണ്. എന്നാൽ ഇതുകൊണ്ടും ഇത് തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പൊ തന്നെ ഒരു 4-5 ട്വിസ്റ്റുകളായില്ലേ, ഇനിയുണ്ട് വേറെ ട്വിസ്റ്റുകൾ. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പ്രസന്റിലേക്ക് വരികയാണ്. അതായത് ആ രാത്രി FBI ഓഫീസർ ആയിട്ടുള്ള വെസ്ലിയെ ആദം കൊന്ന് അവിടെ കുഴിച്ചു മൂടിയല്ലോ. എന്നാൽ ഇതിനുശേഷം ഇനി എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത് അത് നമുക്കറിയില്ലല്ലോ. എന്തായാലും മുന്നോട്ടേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. അതായത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവരുടെ ആ ഒരു ഓഫീസിലെ, അതായത് FBI ഓഫീസിലെ വെസ്ലിയെ കാണാനില്ല. കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തു, എവിടെ, യാതൊരു വിവരമില്ല. ഇന്നലെ രാത്രി ഗോഡ് ഹാൻഡ് കില്ലർ, ഇയാളെ കുറിച്ച് അറിയാം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ്, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ആ നേരത്തെ ഈ ഓഫീസിലെ റിസപ്ഷനിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവനാണ് ശരിക്കും ആ വന്ന ആളുടെ പേര് ഇവിടെ എഴുതി വെച്ചത്, അയാളോട് സംസാരിച്ചത്, അയാൾക്ക് കൈ കൊടുത്തത്. എന്നിട്ടും അയാളുടെ മുഖം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് ഇയാൾ പറയാണ്. അതായത് ഓഫീസിൽ രാത്രി ഉണ്ടായിരുന്ന ആ ഒരു ചെറുപ്പക്കാരൻ, പക്ഷെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അലൻ. അതുപോലെ തന്നെ ഇവര് CCTV പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നലെ രാത്രി വന്ന ആ ആളുടെ മുഖം വ്യക്തമായിട്ട് തിരിയുന്നില്ല, ഭയങ്കരമായിട്ട് ബ്ലറിങ്, ഒന്നും തിരിയുന്നില്ല. എന്നാൽ പോലീസുകാർക്ക് തേടി പോകാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്നലെ രാത്രി ആ ആള് വന്നപ്പോൾ അയാളുടെ പേര് ഇവിടെ പറഞ്ഞു വെച്ചാൽ അലൻ. സോ അയാളുടെ ആ ഒരു പേരും അഡ്രസ്സും വെച്ച് പോലീസുകാർ തപ്പി പിടിച്ച് നേരെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതായത് ശരിക്കുള്ള ആദത്തിന്റെ ചേട്ടനായിട്ടുള്ള അലന്റെ വീട്ടിലേക്ക്. അലൻ വളർന്ന സമയത്ത് ഒരു സൈക്കോയായി മാറി എന്ന് പറയുന്നില്ലേ, ഓരോ ആൾക്കാരെയും കൊന്ന് ഈ വീടിന് താഴെ തന്നെയാണ് അവൻ കുഴിച്ചു മൂടിയിരിക്കുന്നത്. ആ ആളുകളെ കൊല്ലാനായിട്ട് പ്ലാനുകളും ഉണ്ടാക്കി അവനവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ വെച്ച് പോലീസുകാർക്ക് കിട്ടുകയാണ്. സോ ഇവരെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ, ഗോഡ് ഹാൻഡ് കില്ലർ, അത് മറ്റാരുമല്ല ഇതേ അലൻ തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ച ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ പേര് FBI ഏജന്റ് ആയിട്ടുള്ള വെസ്ലിയുടെ പേരായിരുന്നു. എന്നാൽ ആ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക ആരായിരിക്കും? ആദം തന്നെയായിരിക്കും. കാരണം ഈ കേസിലെ കുറ്റവാളി അല്ലെങ്കിൽ ആ ഒരു സീരിയൽ കില്ലർ ഇവനാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി. അതുപോലെ ആ വീടിനടിയിൽ വെച്ച് ഒരുപാട് ഡെഡ് ബോഡികൾ പോലീസുകാർ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, കൊലയാളിയായിട്ടുള്ള അലനെ എങ്ങനെ പോലീസുകാർക്ക് കിട്ടാനാ? അവനെ നേരത്തെ തന്നെ ആദം കൊന്ന് റോസ് ഗാർഡിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയല്ലോ. എന്തായാലും ഇതിനുശേഷം പോലീസുകാർ അലനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അലന് ഒരു ബ്രദർ ഉണ്ട്. സോ ആ ബ്രദർ ആരാണ്? നമ്മുടെ ആദാണ്. അപ്പൊ ആദ്യത്തിന് തേടിക്കൊണ്ട് മറ്റേ ആ ഒരു റിസപ്ഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരുണ്ടല്ലോ, അയാൾ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ആ സ്ഥലം ഏതാണെന്നോ? ഇന്നലെ രാത്രി ആദം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വെസ്ലി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചില്ലേ ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന്. അപ്പൊ അത് സത്യമാണെന്ന രീതിയിൽ
സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു ലേഡി മറുപടി കൊടുത്തു. അപ്പൊ ആ ലേഡി ഇരിക്കുന്ന സ്റ്റേഷനിലേക്കാണ് ഇപ്പോ ഈ ഒരു ഓഫീസർ വന്നിരിക്കുന്നത്. അവിടെ എത്തിയ പാട് തന്നെ നിങ്ങളുടെ ഇൻസ്പെക്ടർ ഒന്ന് കാണുന്നു പറയാണ്. ആ ഉള്ളിലുണ്ട്, ഇപ്പൊ വരുന്നു പറയാണ്. ഇതേ നേരം തന്നെ ഉള്ളിൽ നിന്നും ആ ഒരു ഓഫീസർ പുറത്തേക്ക് വരികയാണ്. ഇതാണ് അടുത്ത ട്വിസ്റ്റ്. അത് മറ്റാരുമല്ല, പോലീസ് ഓഫീസറായിട്ട് ആ നാട്ടിൽ ഉണ്ടായിരുന്ന ആള്, അത് ആദം തന്നെയാണ്. ഒന്നും അറിയാത്തതുപോലെ ആദം അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഈ വന്ന ഓഫീസർ ഉണ്ടല്ലോ, അല്ല നിങ്ങളുടെ ബ്രദർ ആയിട്ടുള്ള ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയോ? ഒരു മർഡറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യണം. ഈ സമയത്ത് ആദം പറയുന്നത്, ചേട്ടനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ചെറുപ്പത്തിൽ ഞാനും അവനും വേറെ വേറെ ഓർഫനേജിലാണ് വളർന്നത്. സോ അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറയാണ്. പിന്നീട് കൈ കൊടുത്ത് ആ ഒരു പോലീസുകാരൻ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ആദ്യം ആ പോലീസുകാരനെ നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നല്ലൊരു മനുഷ്യനാണെന്ന് പറയാം. കാരണം ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അയാൾ നല്ലതാണോ ചീത്തതാണോ എന്നറിയാനുള്ള ആ ഒരു കഴിവ് ആദത്തിനുണ്ട്. അവന്റെ അച്ഛനിലൂടെ കിട്ടിയ കഴിവാണിത്. അതുപോലെ തന്നെ ഈ പോലീസുകാരൻ നമ്മുടെ ആദത്തിനോട് ഇത്രയും നേരം സംസാരിച്ചിട്ടും ഇന്നലെ രാത്രി വന്ന ഈ ആദമാണെന്ന് ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ മുഖമൊന്നും ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എന്താണ്, ആദം പറഞ്ഞതുപോലെ അവൻ ജോലി ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അപ്പൊ ദൈവമായിട്ട് തന്നെ അവനെ പ്രൊട്ടക്ട് ചെയ്തു. പിന്നീട് ഈ ആദത്തിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആ ഒരു പോലീസുകാരൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ആ സ്റ്റേഷനിലെ ഓഫീസർ, അതായത് ആദത്തിന്റെ വൈഫ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി കേട്ടോ. അവരിപ്പോ പ്രഗ്നന്റ് ആണ്. എന്തൊക്കെയായാലും നമ്മൾ ഈ ഒരു കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകൾ കണ്ടല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവരുടെ അച്ഛൻ, അതായത് മൈക്ക് ഒരു പ്രാന്തനായിരിക്കുമെന്നാണ്. പക്ഷെ അയാൾ പ്രാന്തനായിരുന്നില്ല. അതാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഥയിൽ എത്ര അധികം ട്വിസ്റ്റുകളാണുള്ളത്. നല്ല അടിപൊളി കഥയല്ലേ, നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു അത്. എന്തായാലും ചില ആളുകൾക്കെങ്കിലും കഥയുടെ അവസാനം ചെറിയ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് സൂക്ഷിച്ച് കേട്ട് നോക്കിയാൽ മനസ്സിലാകട്ടോ. എന്തായാലും ഇതുപോലുള്ള കഥകളുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.